പാനൂരിൽ നിന്നും 2 കിലോമീറ്റർ സഞ്ചരിച്ചാൽ മാക്കൂൽ പീടികയെത്താം. അവിടെ നിന്നും ഏതാണ്ട് 2 കിലോമീറ്റർ സഞ്ചരിച്ചാൽ ഈ മഹാക്ഷേത്രത്തിലെത്താൻ കഴിയും. പാനൂരിനടുത്ത് ചെണ്ടയാട് നിളാമംഗലപുരം ക്ഷേത്രത്തിൽ നിന്നാണ്. 18 പടികൾ. മനഃശുദ്ധിയും ശരീരശുദ്ധിയും ഉണ്ടെങ്കിൽ ഈ പടികളിൽ കൂടി നിങ്ങൾക്ക് മുകളിലേക്ക് കയറാം. ജാതി മത ഭേദമന്യേ ആർക്കും ക്ഷേത്രത്തിനകത്തേക്ക് പ്രവേശിക്കാം. നമസ്കാരം, ശ്രീനി ആലക്കോടാണ്. നൂറ്റാണ്ടുകൾക്ക് മുമ്പ്, ഏതാണ്ട് 17-ാം നൂറ്റാണ്ടിലാണെന്ന് തോന്നുന്നു അല്ലേ, അന്ന് ഇവിടെ ഒരു മഹാക്ഷേത്രമുണ്ടായിരുന്നു. ഇതിൻ്റെ പൂർവികരായ, നേരത്തെ നിങ്ങളോട് സംസാരിച്ച വാസുദേവൻ തിരുമേനിയുടെ പൂർവികർ ഈ പ്രദേശത്ത് താമസിച്ചിരുന്നു. ഇവിടുന്ന് ഏകദേശം ഒരു 10-16-17 കിലോമീറ്റർ അകലെയുള്ള ഊർപ്പഴശ്ശി കാവ് എന്ന് പറയുന്ന സ്ഥലത്ത് ശാന്തിക്കാരായിരുന്നു അവർ. 1700-ാം ആണ്ടിൻ്റെ അവസാന കാലത്തുണ്ടായ ആക്രമണങ്ങളും കാര്യങ്ങളും ക്ഷേത്രം നശിപ്പിക്കപ്പെട്ട അവസ്ഥയൊക്കെ വന്നപ്പോൾ ഇവിടുന്ന് പലായനം ചെയ്യുകയും അവർ വടകര കുന്നംകുളങ്ങര ഇല്ലം എന്ന് പറയുന്ന സ്ഥലത്ത് അഭയം തേടുകയും ചെയ്തു. കാലഘട്ടത്തിൽ നമ്മളിവിടെയുള്ള ചൈതന്യത്തിന് പൂജിക്കുന്ന സാളഗ്രാമം മുതലായ സാധനങ്ങളൊക്കെ ഇല്ലത്തേക്ക് കൊണ്ടുപോയി ഈ ചൈതന്യത്തിനെ അവിടെ വെച്ച് പൂജിക്കാൻ തുടങ്ങി. ഇവിടെ ഒരുപാട് ക്ഷേത്രങ്ങൾ, ഈ വളഞ്ഞ കുന്ന് എന്ന് പറയുന്ന ഈ ഒരു പ്രദേശം, അതായത് എഴുന്നള്ളക്കുന്ന്, തൂമ്പറക്കുന്ന് എന്നൊക്കെ പറയുന്ന ആ പ്രദേശത്തിൻ്റെ താഴ്വാരത്താണ് ഇത്രയും ക്ഷേത്രങ്ങൾ. ഏതാണ്ടൊരു 8-10 ക്ഷേത്രങ്ങളോളം ഉണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ എല്ലാവരും വളരെ സന്തുഷ്ടരാണ്. ഈ ക്ഷേത്രം പുനർനിർമ്മിക്കാൻ പല സമയത്തും നമ്മൾ ശ്രമിച്ചതാണ്. പല കാരണങ്ങളെ കൊണ്ട് അത് കഴിഞ്ഞില്ല. പിന്നെ സ്വർണ്ണപ്രശ്നം വെച്ച സമയത്ത് നമ്മളിവിടുന്ന് ആരെങ്കിലും വന്ന് വിളിച്ചു കൊണ്ടുവരും, അന്നേരം തുടങ്ങിയാൽ മതിയെന്ന് പ്രശ്നത്തെ പറഞ്ഞ സമയത്തും പൂർവികന്മാരുള്ള ആളുകൾ അത് ആ നിലയ്ക്ക് മതിയെന്നുള്ള ഉറപ്പിച്ച് പറഞ്ഞതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തു എന്ന് വെച്ചാൽ അങ്ങനെ തന്നെ വെച്ചു. അപ്പോൾ കുറച്ച് കാലങ്ങൾക്ക് മുമ്പ്, അതായത് ഒരു 3 വർഷത്തിന് മുമ്പ് ഇവിടെ നിന്ന് നമ്മളെ വിളിക്കാൻ വേണ്ടി വരികയും ക്ഷേത്രം പുനർനിർമ്മിക്കാൻ, മുഴുവനും പഴയതെല്ലാം നശിച്ചു പോയിരിക്കുന്നു, പൂജ്യത്തിൽ നിന്ന് തുടങ്ങിയിട്ടാണ് ഇപ്പോൾ ഉള്ള ഈ കാണുന്ന ക്ഷേത്രത്തിലേക്ക് എത്തിയിട്ടുള്ളത്. 1980 കാലഘട്ടങ്ങളിലാണ് ഈ കാട് പിടിച്ചു കിടക്കുന്ന ഭൂമിയിലേക്ക് ആളുകൾ വരുന്നത്. ഈ മണിക്കിണർ കാട് വേക്കം മറ്റേ കണ്ടെന്ന് പറഞ്ഞത് നമ്മൾ ചെറുതായിരുന്നു. 1989 കാലഘട്ടത്തിൽ ശ്രീകൃഷ്ണ സേവാ സമിതി എന്ന് പറയുന്ന ഒരു സമിതിക്ക് ഈ ക്ഷേത്രത്തിൻ്റെ ഏകദേശം 37 സെൻറ്റോളം ഭൂമി വരുന്ന സ്ഥലം അവർക്ക് വിട്ടുകൊടുത്തതിന് ശേഷം ഈ ക്ഷേത്രം എടുത്തിട്ട് ഒരു 3-4 വർഷം 5 വർഷത്തോളം ഇങ്ങനെ വേറെ ബുദ്ധിമുട്ടില്ലാതെ ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ട് അവിടെയും തടസ്സങ്ങൾ വന്ന് വീണ്ടും പ്രശ്നം വെച്ചു. അങ്ങനെയാണ് ഇവിടെ താമസിച്ചിരുന്ന ആ ബ്രാഹ്മണ കുടുംബം ഇപ്പോൾ വടകരയിലുണ്ടെന്നും അവരെ കണ്ടെത്തി പൂജ ചെയ്താൽ മാത്രമേ ഈ ക്ഷേത്രത്തിന് ഡെവലപ്പ് ഉണ്ടാവുകയുള്ളൂ എന്നും മനസ്സിലായി. ബാലാലയത്തിലേക്ക് മാറ്റപ്പെട്ട ഭഗവാനെ ഇവിടത്തേക്ക് മാറ്റി പ്രതിഷ്ഠിക്കാൻ വേണ്ടി കഴിഞ്ഞ 3 വർഷമായി നിരന്തരം ഇവിടുത്തെ നാട്ടുകാരും ക്ഷേത്ര കമ്മിറ്റിയും സഹായിച്ചതിൻ്റെ ഭാഗമായി ഈ ക്ഷേത്രം നേരത്തെ പറഞ്ഞ പോലെ ഏപ്രിൽ മാസം ഞങ്ങൾ ഇവിടുത്തെ പ്രതിഷ്ഠാ വാർഷികം നടത്തി ഭഗവാനെ ഇവിടെ സന്താനഗോപാല മൂർത്തിയുടെ രൂപത്തിൽ ഇവിടെ പൂജിക്കപ്പെടുകയാണ്. ഭയങ്കര ചൈതന്യമുള്ള ഭഗവാനാണ്. എല്ലാവർക്കും എല്ലാ ഐശ്വര്യങ്ങളും ഉണ്ടായിട്ടുണ്ട്. അത് എൻ്റെ ജീവിതാനുഭവത്തിൽ തന്നെ എനിക്കും ഉണ്ടായിട്ടുണ്ട്. കുറേ ആൾക്കാർ ഇങ്ങനെ സന്താനഗോപാല പൂജയ്ക്കും ഇതിനൊക്കെ ഇവിടെ വേണ്ടി വരുന്നുണ്ട്. പിന്നെ നമ്മുടെ കൂട്ടത്തിൽ അല്ലാണ്ടുള്ള ആൾക്കാർക്ക് വരെ ഇവിടെ പല കാര്യങ്ങളിലും അനുഭവസ്ഥരായിട്ടുള്ള ആൾക്കാർ, ഇവിടെ പ്രദേശവാസികളായിട്ടുള്ള ആൾക്കാരുണ്ട്. ഇതിന് ഒപ്പം നിന്നുകൊണ്ട് ഇല്ലത്തമ്മ എന്ന പേരിൽ നേരത്തെ ഇവിടെ സൂചിപ്പിച്ചു കഴിഞ്ഞു ഭഗവതിയുടെ സാന്നിധ്യവും എല്ലാ വിഘ്നങ്ങളും തീർക്കുന്ന സാക്ഷാൽ ഗണപതി ഭഗവാനും ഇതിൻ്റെ ഒപ്പം നിന്നുകൊണ്ട് ഈ പ്രദേശത്തിന് എല്ലാ ചൈതന്യവും നൽകുകയാണ്. പൂർണ്ണമായും കരിങ്കല്ലിൽ തീർത്ത ഒരു ശ്രീകോവിൽ. ആ ശ്രീകോവിലിൽ ചെങ്കല്ലുകൊണ്ട് ചുറ്റമ്പലം നിർമ്മിച്ചിരിക്കുന്നു. അത്രയ്ക്കും മനോഹരമായ കാഴ്ചയാണ് ഈ ക്ഷേത്രത്തിനകത്തു നിന്നും കാണാൻ കഴിയുന്നത്. ഒരുപാട് ആളുകൾ ഇവിടെ വരുന്നുണ്ട്. മാസത്തിലെ ആദ്യ ഞായറാഴ്ചയാണ് ഇവിടത്തേക്ക് ഭക്തജനങ്ങൾ ഒഴുകിയെത്തുന്നത്. എല്ലാ ദിവസവും നട തുറക്കുന്നുണ്ട്. പാൽപ്പായസ വഴിപാട്, പിന്നെ സന്താനങ്ങളില്ലാത്തക്ക് സന്താനഗോപാല പുഷ്പാഞ്ജലി, സന്താനഗോപാല പൂജ, ഭഗവതിക്കുള്ള പ്രധാനപ്പെട്ട വഴിപാട് ഒരു ദിവസത്തെ പൂജ, ഭഗവതിക്ക് ഒരു ദിവസത്തെ പൂജ. എല്ലാവർക്കും നന്മകൾ തന്നുകൊണ്ട് ഭഗവാന്റെ അനുഗ്രഹമുണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് മറ്റൊരു വിഷയമായി വീണ്ടും കാണാം. ഗുഡ് ബൈ.